പറയുകയാണ്. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും. ത്രിഭുവനം എന്ന് പറയുന്നത് കൊണ്ട് ആധുനിക ശാസ്ത്രം പറയുന്ന അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ, മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റംസ്. എന്താ ഇത്? ഇതിനെ അന്വേഷിച്ച് പുറപ്പെട്ടാൽ എവിടെ ചെന്ന് അവസാനിക്കും? നേരെ മറിച്ച് വേദാന്തിക്ക് ഇതാ, ഇവിടെ ഇരുന്നു കൊണ്ട് മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റംസ് പിടികിട്ടിയിരിക്കുന്നു. ചന്ദ്രനിലും പോണ്ട, സൂര്യനിലും പോണ്ട. എന്താ മില്യൺസ് ഓഫ് സോളാർ സിസ്റ്റംസ്? ബോധം, കുറെ നാമരൂപങ്ങൾ. നാമരൂപങ്ങൾ പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല. ഇതുറപ്പായപ്പോ ത്രിപുടി മുടിഞ്ഞു, ആ സത്യം തെളിഞ്ഞു. എങ്ങനെ? ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങുന്നതായി തെളിഞ്ഞു. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളെയും കവിഞ്ഞ് തിങ്ങി വിങ്ങുന്നു. നാമരൂപങ്ങളെ ഒക്കെ അതിക്രമിച്ച് സർവത്ര ബോധരൂപമായി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും. ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുകയില്ല. ഭേദചിന്തയും രാഗദ്വേഷവും വച്ചു പുലർത്തുന്ന ഒരു യതിക്ക് വെറുതെ പുറമേ യതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഉള്ളിൽ ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിഞ്ഞുമാറിയോ സത്യം ആ നിമിഷം ആർക്കും അനുഭവപ്പെടും. ഇതൊഴിച്ചു മാറ്റാൻ എന്താ പ്രയാസം? ഈ സത്യം ശാസ്ത്രീയമായി ബുദ്ധിക്ക് ഉറപ്പുവരുത്തി സർവത്ര അതുതന്നെ കാണാൻ മനസ്സിനെ പ്രേരിപ്പിക്കണം. ആരോടും പറഞ്ഞില്ലെങ്കിൽ വേണ്ട, രഹസ്യമായി. അപ്പോ കപടയതിക്കു കരസ്ഥമാകുകയിലെന്ന് ഉപനിഷദുക്തി രഹസ്യമോർത്തിടയണം. അങ്ങനെ ഈ സത്യം തെളിഞ്ഞാലോ അതാണ് ആ സത്യം തെളിയലാണ് പരയുടെ പാല്. 15-ാം പദ്യം. പരയുടെ പാല് വെച്ചാൽ ഒന്നെന്ന് വ്യക്തമാക്കിത്തരുന്ന ശക്തിയുടെ പാല് ബ്രഹ്മാനന്ദം. ഒന്ന് ബ്രഹ്മം, അതുകൊണ്ട് അനുഭവപ്പെടുന്ന അതിരറ്റ ആനന്ദം, അതാണ് പരയുടെ പാല്. ഗുരുദേവൻ തന്നെ അനുഭൂതി ശതകത്തിൽ പറയുന്നുണ്ട്, ഒരാനന്ദ കടൽ പൊങ്ങി താനേ പായുന്നു. ഭേദചിന്ത പോയാൽ പിന്നെ ഇവിടെ സർവത്ര ആനന്ദമേ ഉള്ളൂ. ഒന്നാലോചിച്ച് നോക്കുക, സകല ദുഃഖവും ഞാൻ വേറെ നീ വേറെ, അതിനോട് ചേർന്നുള്ള രാഗദ്വേഷങ്ങൾ. വേറെ എന്താ ഇവിടെ? വേറെ ആരെ എന്ത് ദുഃഖിപ്പിക്കുന്നു? ഒരു ചക്രവർത്തിയെയും ഒരു ഇന്ദ്രനെയും ചന്ദ്രനെയും ദുഃഖിപ്പിക്കാൻ വേറൊരു ഘടകവുമില്ല. ഇന്ദ്രന് അവിടെ ആരെങ്കിലും ഒന്ന് തപസ് ചെയ്യുന്നത് കേട്ട് മനസ്സാകെ ഇളവി. ഇപ്പൊ ചക്രവർത്തിമാർക്ക് അമേരിക്കൻ പ്രസിഡന്റിനും ഒക്കെ തോന്നും പോലെ അവരിടന്ന് ദുഃഖിക്കുന്നു. ഇപ്പൊ എന്ത് ചെയ്യാൻ? അപ്പോ എവിടെ വേണോ ചിന്തിച്ചു നോക്കുക, ദുഃഖം മുഴുവൻ ഭേദചിന്തയുടെ ഫലമായുണ്ടാകുന്ന രാഗദ്വേഷങ്ങൾ. എന്തുകൊണ്ട് രാഗദ്വേഷം ഉണ്ടാകുന്നു? ഞാൻ വേറെ നീ വേറെ, എന്റെ വസ്തുവകൾ വേറെ നിന്റെ വസ്തുവകൾ വേറെ. അതൊക്കെ അനുഭവിക്കുന്നതൊക്കെ അനുഭവിച്ചുള്ളൂ. ഉള്ളിൽ നിന്ന് ഈ ഭേദചിന്തയും രാഗദ്വേഷവും പൂർണ്ണമായി ഒഴിവാക്കുക. അതാണ് ത്രിപുടി മുടിക്കൽ. അത് മാറിക്കിട്ടിയാൽ ആ നിമിഷം ആനന്ദം. അല്പം ചിന്തിച്ചാൽ തന്നെ അറിയാം. സകല ദുഃഖങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി അവനവനുള്ളിൽ വർദ്ധിപ്പിക്കുന്ന രാഗദ്വേഷങ്ങൾ കൊണ്ട് വന്നു ചേരുന്നതാണ്. സകല മാനസിക പിരിമുറുക്കങ്ങളും ടെൻഷൻസ് ഒക്കെ ഈ രാഗദ്വേഷം കൊണ്ട് വന്നു ചേരുന്നതാണ്. അത് മാറിക്കിട്ടിയാൽ ഒന്നെന്നുറപ്പുവരും. അതിരറ്റ ബ്രഹ്മാനന്ദം, സർവത്ര ബ്രഹ്മമേ ഉള്ളൂ. ബ്രഹ്മചിത് ബ്രഹ്മഭുവനം. ബ്രഹ്മം എന്ന് പറയുന്നത് ബോധമാണ്. ബ്രഹ്മഭുവനം, ഈ ബോധം തന്നെയാണ് ഭുവനം. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ, ബ്രഹ്മഭൂതപരമ്പര, സകല ജീവജാലങ്ങളും ബ്രഹ്മമാണ്. ബ്രഹ്മാഹം, ഞാൻ ബ്രഹ്മമാണ്. ബ്രഹ്മമത് ശത്രു, എന്റെ ശത്രു ബ്രഹ്മമാണ്. ബ്രഹ്മമൻ മിത്രബാന്ധവാഹ, എന്റെ മിത്രങ്ങളും ബന്ധുക്കളും ഒക്കെ ബ്രഹ്മം തന്നെയാണ്. ഇവിടെ അറിയുന്ന ഞാനും എന്റെ അറിവും അറിയപ്പെടുന്ന വസ്തുവും മൂന്നല്ല. ഗുരുദേവൻ തന്നെ എന്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞ പദ്യമാണ്. അറിവും അറിഞ്ഞിടും അർത്ഥവും
പുമാൻ തന്നറിവും അറിവ് ജ്ഞാനം അറിഞ്ഞിടും അർത്ഥം ജ്ഞേയം പുമാൻ തന്നറിവ് ജ്ഞാതാവ്. ഈ ത്രികൂടിയാണ് അവിടെ. അറിവും അറിഞ്ഞിടും അർത്ഥവും ജ്ഞാനവും അറിഞ്ഞിടും അർത്ഥവും ജ്ഞേയവും പുമാൻ തന്നറിവും അറിയുന്ന ആളും അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും. ആദിമഹസ് സർവത്ര നിറഞ്ഞു നിൽക്കുന്ന നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനു മുൻപേ ഉണ്ടായിരുന്ന വസ്തു, അതാണ് ആദിമഹസ്. സ്വർണം ആഭരണനാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപേ ഉള്ള വസ്തുവാണ്. വസ്തു ഉണ്ടെങ്കിലേ പിന്നെ അതിൽ നാമരൂപങ്ങൾ ആവിർഭവിക്കാൻ പറ്റും. അങ്ങനെയാണ് സ്പേസ് മുതലുള്ള നാമരൂപങ്ങളെല്ലാം, ആകാശം മുതലുള്ള നാമരൂപങ്ങളെല്ലാം അതിനു മുൻപേ ഉണ്ടായിരുന്ന ബോധവസ്തുവിൽ ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നുന്നവരാണ്. സദൈവ സൗമ്യ ഇതമഗ്രയാസി. ഉപനിഷത്ത് പറയുന്നു, ഉണ്ട് എന്നനുഭവമുള്ള ബോധം മാത്രമേ ആദ്യമുണ്ടായിരുന്നുള്ളൂ. ആദ്യം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഉണ്ടായിരുന്നുള്ളൂ. ആഭരണ നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ഒരു കട്ട സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിരവധി നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇനിയും വേണമെങ്കിൽ പുതിയ നാമരൂപങ്ങൾ എത്രയോ പ്രത്യക്ഷപ്പെടാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും, ഏതാഭരണ നാമരൂപവും ആ ഒരു കട്ട സ്വർണത്തിലുണ്ട്. അതുപോലെ ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതുമായ ലോകങ്ങളും ഇഷ്ടദേവതാ രൂപങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമോ ഒക്കെ ആ ബോധത്തിലുണ്ട്. ഒരു കട്ട സ്വർണത്തിൽ ഇന്നുവരെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ സകല ആഭരണ നാമരൂപങ്ങളും ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എന്താ വേണം അതിൽ നിന്ന് എടുത്തോളൂ. ഇതാണ് ഈ ബോധത്തിന്റെയും സ്ഥിതി. എല്ലാം അതിലുണ്ട്. എല്ലാം ഇന്നുവരെ ഉണ്ടെന്ന് തോന്നിയിട്ടുള്ളതും ഇനി ഉണ്ടെന്ന് തോന്നാവുന്നതുമായ സകല നാമരൂപങ്ങളും ആ ബോധബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. സർവമസ്തി ചിത്തകോശേ. ഈ ചിത്തിന്റെ, ബോധത്തിന്റെ ഉള്ളിൽ സർവമസ്തി. യദ്യഥാലോ നിങ്ങൾ എന്താണോ ഭാവന ചെയ്യുന്നത് അത് ഇന്ന് കിട്ടും. എല്ലാം നാമരൂപങ്ങളാണ് ഭാവന ചെയ്യുന്നതൊക്കെ. അപ്പോ ഗുരുദേവൻ പറയുന്ന ഈ പരയുടെ പാല്, ഏകത്വബോധം കൊണ്ടുണ്ടാകുന്ന അതിരറ്റ ആനന്ദം, ബ്രഹ്മാനന്ദം, അത് നുകർന്ന ഭാഗ്യവാന്മാർക്കേ അത് പറ്റൂ. എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളിൽ മോഹബദ്ധരായി ജഡവിഷയങ്ങളുടെ പിന്നാലെ സുഖത്തിനു വേണ്ടി പരക്കം പായുന്ന ആളുകൾക്ക് ഈ സത്യം കിട്ടില്ല. നിങ്ങൾ വെളിമേ വേണമെങ്കിൽ പരക്കം പാഞ്ഞോളൂ, പക്ഷെ ഉള്ളിൽ മേരുപർവ്വതം പോലെ ഈ സത്യം ഉറപ്പിച്ചോളൂ. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, അണുപോലും വേറൊന്നും ഇവിടെ ഇല്ല. ഇത് ഉള്ളിൽ ഉറപ്പിച്ചോളുക. പകൽ വാസ്തവത്തിൽ എത്ര മഹത്തായ കാര്യം, ആർക്കും ചെയ്യാവുന്ന കാര്യം, എവിടെയും പിന്തുടരാവുന്ന കാര്യം, എപ്പോഴും പിന്തുടരാവുന്ന കാര്യം, യാതൊരു വ്യവസ്ഥയുമില്ലാത്ത കാര്യം, ഏത് പാപിക്കും പിന്തുടരാവുന്ന കാര്യം എന്നാണ് ഗീത പറയുന്നത്. കൃഷ്ണൻ പറയുന്നത് ഏത് മഹാപാപിക്കും ഈ സത്യം പിന്തുടരാം. അത് നമുക്ക് പറ്റുന്നില്ല. ഇവിടെ സത്യത്തിൽ ഈശ്വരനെ അന്വേഷിച്ചങ്ങനെ പരക്കം പാച്ചിലാണ്. കൈലാസം വരെ പോയി തിരിച്ചു വന്നു. ഈശ്വരനെ കിട്ടിയോ എന്ന് ചോദിച്ചാൽ എന്താ കിട്ടിയത്? അങ്ങനെ പരയുടെ പാല് നുകർന്ന ഗുരുദേവനൊക്കെ അത് നല്ലവണ്ണം അനുഭവിച്ച് ആനന്ദിച്ച് പറയുകയാണ്. പരയുടെ പാല്, പര സർവവും ഒന്നെന്ന് കാട്ടിത്തരുന്ന വിദ്യ, പരാവിദ്യ. മുണ്ടകോപനിഷത്ത് പരാവിദ്യ അപരാവിദ്യ എന്ന് വിദ്യയെ രണ്ടായി വിഭജിക്കുന്നു. പരാവിദ്യ എന്ന് വെച്ചാൽ ബ്രഹ്മാനുഭവമാണ്. ബ്രഹ്മാനുഭവം നേടിക്കഴിഞ്ഞാൽ മറ്റെല്ലാം അപരാവിദ്യ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ഉപനിഷത്ത് പോലും അപരാവിദ്യ. എന്നുവെച്ചാൽ ലക്ഷ്യം നേടി. ഉപനിഷത്ത് പോലും ലക്ഷ്യം നേടാനുള്ള ഉപായമാണ്. നമ്മളൊരു ടാക്സ് പിടിച്ചു. ആ ടാക്സ് ചിലപ്പോ
ഏറ്റവും ആധുനിക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാറായിരിക്കും. പക്ഷെ അത് ടാക്സിയാണ്, അല്ലെങ്കിൽ വീട്ടിലെത്താനുള്ള കാറാണ്. കാർ ഒരിക്കലും വീടല്ല. അതെത്ര വലിയ കാറായാലും ശരി, എത്ര ആധുനിക രീതിയിൽ പണിതതായാലും ശരി, കാറ് വീടല്ലല്ലോ. വീട്ടിൽ കയറിക്കഴിഞ്ഞാൽ എത്ര വലിയ കാറാണെങ്കിലും ആവശ്യമില്ല, പിന്നെ ആവശ്യമില്ല. അതുപോലാണ് പരാവിദ്യയിലെ പാല് നുകർന്നു കഴിഞ്ഞാൽ, ബ്രഹ്മവിദ്യ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ, ഇനി എന്തിനാ എനിക്ക് ഉപനിഷത്ത്? ഇനി ഞാൻ എന്തിനു ഉപനിഷത്ത് വായിക്കണം? ഉപനിഷത്ത് തന്നെ പറയുന്നു, ഇത് നേടിക്കഴിഞ്ഞാൽ വേദാഹ അവേദാഹ എന്നാണ് ഉപനിഷത്ത് തന്നെ പറയുന്നത്. ഇനി വേദങ്ങളല്ല, എനിക്ക് ആവശ്യമില്ല. തീർച്ചയല്ലേ, നേടേണ്ട അനുഭവം നേടി ആനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ സാർ കുറച്ച് ഉപനിഷത്ത് വായിച്ചൂടെ? എന്തിനാണ് ഇപ്പോൾ ഉപനിഷത്ത് വായിക്കുന്നത്? ഉപനിഷത്ത് പറഞ്ഞ കാര്യം വ്യക്തമായി അനുഭവിക്കുന്നു. ഇനി എന്തിനാ ഉപനിഷത്ത് വായന എന്ന് ഉപനിഷത്ത് തന്നെ ചോദിക്കുകയാണ്. ഇനിയിപ്പോ ഉപനിഷത്തൊന്നും വേണ്ട, അത്ര ഗംഭീരമാണ്. അപ്പോൾ സാർ, അത്ര ഗംഭീരമായത് നമുക്ക് കിട്ടുമോ? നമുക്ക് കിട്ടാൻ എന്തിരിക്കുന്നു? നമ്മളതാണ് എല്ലാം ഒന്നാണെന്ന് ഉറപ്പിക്കുക. കിട്ടാൻ ഒക്കുമോ എന്ന് വെച്ചാൽ ഇത് ഉറപ്പിച്ചില്ലെങ്കിൽ കിട്ടില്ല. തീർച്ചയായിട്ടും എന്ത് ചെയ്താലും കിട്ടില്ല, എവിടെ പോയാലും കിട്ടാൻ പോകുന്നില്ല. തീർച്ചയാണ്. എന്തോ ചെയ്തോളൂ, കൃഷ്ണൻ പറയുന്നു, എന്തോ ചെയ്തോളൂ, എവിടെയോ പൊയ്ക്കോളൂ, ഉള്ളിൽ ഈ ഉറപ്പുണ്ടോ ഒക്കെ ഈശ്വരമയം, ബ്രഹ്മമയം, സർവം ബ്രഹ്മമയം. കിം ഭോക്തവ്യം കിം അഭോക്തവ്യം, എന്ത് അനുഭവിക്കാൻ എന്തനുഭവിക്കാതിരിക്കാൻ എന്നല്ലേ സദാശിവബ്രഹ്മേന്ദ്രൻ ചോദിക്കുന്നത്. സർവം ബ്രഹ്മമയം. നമുക്കിത് കിട്ടാൻ പറ്റുമോ? നമുക്കിത് കിട്ടാൻ എല്ലാം ഒന്നാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റില്ലേ? മനസ്സില്ല. ഞാൻ അവിടെ പോകുന്നു, അവിടെ തീർത്ഥാടനത്തിന് പോകുന്നു, ഇവിടെ വലിയ യാഗം നടത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. പക്ഷെ മനസ്സിന്റെ കലുഷത, രാഗദ്വേഷങ്ങൾ മാറുന്നേയില്ല. ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ഇന്ദ്രനും ചന്ദ്രനും കാര്യമായ യാതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതാണ് വസ്തുസ്ഥിതി.